ബി.ജെ.പിയുടെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ ഉപരോധവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി കൗൺസിലർമാർക്ക് നോട്ടീസ്. ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, കൗൺസിലർമാരായ സുമി ബാലു, യമുന എന്നിവരോട് മൊഴിയെടുക്കാൻ നാളെ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ആർ ശ്രീലേഖ സ്ഥലത്തില്ലാത്തതിനാൽ നോട്ടീസ് നൽകാനായില്ല. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുന്നുണ്ട്. ഹാൻസ് ജോൺ, ആദ്യം എഫ്ഐആറിൽ ആർ ശ്രീലേഖ ഉൾപ്പെട്ടിരുന്നില്ല എന്നുള്ളത് ഒരു വിവാദമായിരുന്നു. അതിനുശേഷം അവർ ഉൾപ്പെട്ടു. ഇപ്പോൾ തൽക്കാലം മറ്റുള്ളവരെ മൊഴിയെടുക്കാൻ വിളിക്കുന്നുണ്ട്. പക്ഷേ ആർ ശ്രീലേഖയ്ക്ക് ആ നോട്ടീസ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. എന്താണ് വിശദാംശം? ഹർഷൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ തിരുവനന്തപുരം നെട്ടയത്തെ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് ബി.ജെ.പി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നത്. ആ മാർച്ചിനിടെയായിരുന്നു പോടാ പുല്ലെ പോലീസ് എന്നുള്ള ഒരു വിവാദ മുദ്രാവാക്യമൊക്കെ ആർ ശ്രീലേഖയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ആദ്യഘട്ടത്തിൽ കൗൺസിലറായിട്ടുള്ള സുമി ബാലു അടക്കം കണ്ടാലറിയാവുന്ന 50 പേർക്കെതിരെ മാത്രമാണ് പോലീസ് കേസെടുത്തിരുന്നത്. പക്ഷേ ഈ മാർച്ച് മുന്നിൽ നിന്ന് നയിച്ച ബി.ജെ.പി നേതാവായിട്ടുള്ള ശാസ്തമംഗലം കൗൺസിലർ കൂടിയായിട്ടുള്ള ആർ ശ്രീലേഖയ്ക്കെതിരെയും ഡെപ്യൂട്ടി മേയർ ആശാനാഥ് അടക്കമുള്ളവരെ കേസിൽ പ്രതി ചേർക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. പക്ഷേ ഇത് വിവാദമായ പശ്ചാത്തലത്തിൽ ആർ ശ്രീലേഖയും ഡെപ്യൂട്ടി മേയർ ആശാനാഥിനെയും പ്രതിയെ ചേർത്തുകൊണ്ട് പോലീസ് കേസെടുത്തു. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നോട്ടീസ് എല്ലാ പ്രതികൾക്കും നൽകിയിരിക്കുന്നത്. ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, സുമി ബാലു, യമുന എന്നിവരെ മൊഴിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എല്ലാവർക്കും നേരിട്ടെത്തിയാണ് നോട്ടീസ് നൽകിയത്. അതേസമയം ആർ ശ്രീലേഖയ്ക്ക് നേരിട്ട് ഈ വഴുതക്കാടുള്ള അവരുടെ വീട്ടിലെത്തി നോട്ടീസ് നൽകാൻ ശ്രമിച്ചെങ്കിലും അന്നേ സമയം ശ്രീലേഖ അവിടെ ഉണ്ടായിരുന്നില്ല. വിനോദയാത്രയ്ക്കായി പുറത്തു പോയിരിക്കുന്നു എന്നുള്ളൊരു മറുപടിയാണ് വീട്ടിൽ നിന്ന് ലഭിച്ചത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ പോലീസിന് നോട്ടീസ് നൽകാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ നോട്ടീസ് നൽകിയതുമായി ബന്ധപ്പെട്ട് ഡെപ്യൂട്ടി മേയർ ആശാനാഥും ആർ ശ്രീലേഖയും പറയുന്നത് ഇരുവരും പോലീസ് സ്റ്റേഷനിൽ നാളെ ഹാജരാകില്ല എന്നാണ്. ആർ ശ്രീലേഖ സ്ഥലത്തില്ല. അതേസമയം ഈ ഡെപ്യൂട്ടി മേയർ ആശാനാഥിന് വ്യക്തിപരമായ കാരണങ്ങളുള്ളതിനാൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ കഴിയില്ല എന്നുള്ളത് നോട്ടീസ് നൽകിയപ്പോൾ തന്നെ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നാണ്. എന്തായാലും സ്വാഭാവിക നടപടിയാണ് ഇതെന്നാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം. ഹർഷൻ, ഹാൻസ് ആണ് വിവരങ്ങൾ നൽകിയത്.